എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ ഉണ്ടായിരുന്നത് സോഷ്യൽ സയൻസ് ആയിരുന്നു. അപ്പോൾ സോഷ്യൽ സയൻസ് 80 മാർക്കിലെ പരീക്ഷയാണ്. അപ്പോൾ 80 മാർക്കിലെ പരീക്ഷ അതുകൊണ്ട് തന്നെ 2.5 മണിക്കൂറായിരുന്നു വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ ഈസി ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിക്കാനാണ് സാധ്യതയുള്ളത്? അതായത് നിങ്ങൾക്ക് A+ കിട്ടുമോ, അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പാസ്സാണോ, പാസിന് വേണ്ട മാർക്ക് മാത്രമേ നിങ്ങൾക്ക് കിട്ടുമോ, എങ്ങനെയാണ് എന്നുള്ളത് വിദ്യാർത്ഥികൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നോ, അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കാത്ത ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നോ, അതുപോലെ പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിരുന്നോ എന്നുള്ളത് വിദ്യാർത്ഥികൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സോഷ്യൽ സയൻസ് പരീക്ഷ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ പ്രത്യേകിച്ച് അതേക്കുറിച്ച് ഉള്ള എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതേക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരിക്കും. എന്നാൽ ചില സമയത്ത് പഠിച്ച കാര്യങ്ങൾ ചിലപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കണ്ട സമയത്ത് മറന്നു പോയത് കാരണം ചിലപ്പോൾ ആൻസർ കൃത്യമായിട്ട് എഴുതാൻ സാധിക്കാതെ വന്നിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ടതില്ല. നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക. അടുത്ത പരീക്ഷ നിങ്ങൾക്ക് ഈ ഒരു മാർച്ച് 17-ാം തീയതിയാണ്. അതായത് നിങ്ങൾക്ക് 7 ദിവസം, അതായത് എല്ലാ 6 ദിവസം പഠിക്കാനായിട്ട് സമയമുണ്ട്. അപ്പോൾ അടുത്ത തിങ്കളാഴ്ചയാണ് ഇനിയുള്ള പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ മാർച്ച് 17-ാം തീയതിയാണ്. മാർച്ച് 17-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9:30 മുതൽ 12:15 വരെ നിങ്ങൾക്ക് ഗണിതശാസ്ത്രമാണ് പരീക്ഷ. അതും 80-ലാണ് വരുന്നത്. അപ്പോൾ അതിന് നന്നായിട്ട് പഠിച്ച് അതിൽ ഒരു 80-ൽ ഒരു 75 മാർക്കെങ്കിലും നിങ്ങൾ വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരാഴ്ച നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ട്, വെറുതെ വേസ്റ്റ് ആക്കരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് നിങ്ങൾ മാത്സിന് വായിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് A+ കിട്ടാൻ അല്ലെങ്കിൽ A ഗ്രേഡ് കിട്ടാനായിട്ട് എത്ര മാർക്ക് നേടണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് A+ കിട്ടാനായിട്ട് എത്ര മാർക്ക് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 70 മുതൽ 80 വരെ മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് വിദ്യാർത്ഥികൾക്ക് A+ ഗ്രേഡ് കിട്ടുക. അതായത് 70 മുതൽ 80 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് A+ ഗ്രേഡ് കിട്ടുക. അതുപോലെ 60 മുതൽ 69 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ A ഗ്രേഡ് കിട്ടും. 50 മുതൽ 59 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ B+ ഗ്രേഡാണ് കിട്ടുക. അതുപോലെ തന്നെ 40 മുതൽ 49 വരെ മാർക്ക് കിട്ടിയാൽ B ഗ്രേഡ്. അതുപോലെ 30 മുതൽ 39 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ C+ ഗ്രേഡ്. 20 മുതൽ 29 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ C ഗ്രേഡ്. 10 മുതൽ 19 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ D+ ഗ്രേഡാണ് കിട്ടുക. അപ്പോൾ ഇതിന് താഴെ നിങ്ങൾക്ക് ഏത് ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തോൽക്കും. കാരണം DO EO കിട്ടിയാൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ഫെയിൽഡ് ആവും. അതായത് നിങ്ങൾക്ക് മിനിമം വേണ്ട മാർക്ക് എന്ന് പറയുന്നത് 30% മാർക്കാണ്. 30% എന്ന് പറയുന്നത് എഴുത്ത് പരീക്ഷയുടെ മാർക്കും അതുപോലെ തന്നെ CE മാർക്കും ടോട്ടൽ കൂട്ടുന്ന സമയത്ത് ആകെ മാർക്കിൻ്റെ 30% വേണം. അതായത് TE മാർക്ക് എന്ന് പറയുമ്പോൾ എഴുത്ത് പരീക്ഷയുടെ മാർക്ക് 80-ലാണ് വരിക. അതുപോലെ CE എന്ന് പറയുമ്പോൾ അത് 20 മാർക്കാണുള്ളത്. ടോട്ടൽ കൂട്ടുമ്പോൾ 100 മാർക്കാണ്. 100-ൻ്റെ 30% എന്ന് പറയുന്നത് 30 മാർക്കാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ രീതിയിൽ 30 മാർക്ക് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാലാണ് നിങ്ങൾ ജയിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 10 മുതൽ 19 വരെ എന്ന് പറയും. അപ്പോൾ 10 മുതൽ 19 വരെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്നത്തെ പരീക്ഷയിൽ ഒരു 10 മാർക്ക് വാങ്ങിച്ചോ, നിങ്ങൾക്ക് ഫുൾ CE മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 30 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ 30% മാർക്ക് നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ജയിക്കുന്നത് ആയിരിക്കും. അതേസമയം 9 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ, അതായത് എഴുത്ത് പരീക്ഷയിൽ 9 മാർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂവെങ്കിൽ ഈ ഒരു 9ഉം 20ഉം 29 മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. അതായത് 30% മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് DO EO ഗ്രേഡിലൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ ഇന്നത്തെ പരീക്ഷയിൽ ഒരു 70 മുതൽ 80 വരെ കിട്ടിയാൽ A+ ഗ്രേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടും എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഇന്ന് നിങ്ങൾക്ക് CE മാർക്ക് ഉൾപ്പെടെ ഇന്നത്തെ പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടണം, അതായത് CE മാർക്ക് എന്ന് പറയുമ്പോൾ 80 + 20 ടോട്ടൽ 100 മാർക്കിൽ എത്ര കിട്ടണം എന്നുള്ളത് നമുക്ക് നോക്കാം. 100 മാർക്കിൽ നിങ്ങൾക്ക് 90 മുതൽ 100 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് A+ ഗ്രേഡ് ആയിരിക്കും. അതുപോലെ തന്നെ 80 മുതൽ 89 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു A ഗ്രേഡ് ആയിരിക്കും. അതായത് ജസ്റ്റ് ഒന്ന് ചുരുക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിൽ A ഗ്രേഡ് ആയിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളത് ഈ ഒരു 70 മുതൽ 79 വരെ B+ ഗ്രേഡ്, 60 മുതൽ 69 വരെ B ഗ്രേഡ്, 50 മുതൽ 59 വരെ CE ഉൾപ്പെടെ കിട്ടുകയാണെങ്കിൽ C+ ഗ്രേഡ്, 40 മുതൽ 49 വരെ മാർക്ക് കിട്ടിയാൽ C ഗ്രേഡ്, അതുപോലെ 30 മുതൽ 39 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ D+ ഗ്രേഡ്, അതുപോലെ തന്നെ 20 മുതൽ 29 വരെ 0 മുതൽ 19 വരെ കിട്ടിക്കഴിഞ്ഞാൽ ഈ D ഗ്രേഡോ അല്ലെങ്കിൽ E ഗ്രേഡോ ആണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു DO EO നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, അതായത് DO EO കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു സബ്ജക്റ്റ് തോറ്റതായിട്ട് കണക്കാക്കുന്നതും വിദ്യാർത്ഥികൾ പിന്നീട് SSLC പരീക്ഷയിൽ വീണ്ടും ജയിക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ഇന്നത്തെ പരീക്ഷ എങ്ങനെയായിരുന്നാലും വിദ്യാർത്ഥികൾ ഇനിയുള്ള ഗണിതശാസ്ത്രം, അതായത് ഇനി 17-ാം തീയതി നടക്കുന്ന തിങ്കളാഴ്ച നടക്കുന്ന ഗണിതശാസ്ത്രം പരീക്ഷയ്ക്ക്, അതായത് കണക്ക് പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കുക. അതുപോലെ കണക്ക് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം മാത്സ് ഒക്കെ ചെയ്യാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പിന്നീട് എക്സാം ഹാളിൽ നിന്നും നിങ്ങൾക്കത് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഏതെങ്കിലും നിങ്ങൾ ജസ്റ്റ് മനഃപ്പാഠം പഠിക്കുന്ന രീതിയിൽ കാണാതെ പഠിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ബാക്കി സ്റ്റെപ്പ് ചെയ്യാനുള്ള ആ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് മാത്സ് ഒക്കെ ആയതുകൊണ്ട്
ചെയ്ത് പഠിക്കുക. അതായത് ഒരു പേപ്പറിലെടുത്ത് ജസ്റ്റ് ഒന്ന് എഴുതി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പഠിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഇനിയുള്ള പരീക്ഷയ്ക്ക് നിങ്ങളൊരു 80-ൽ ഒരു 75 മാർക്കെങ്കിലും നേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.